ആശാ വർക്കേഴ്സ് ഉയർത്തുന്ന വിഷയങ്ങളിൽ കേന്ദ്ര നയം മാറ്റാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമരത്തിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും കുറ്റപ്പെടുത്താനില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കൂട്ട ഉപവാസത്തിലേക്ക് കടക്കുകയാണ് ആശമാർ. ആശാ വർക്കേഴ്സിന്റെ സമരത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര നയം മാറ്റാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ ഇനിയും അനുമതി തേടുമെന്നും മന്ത്രി. അദ്ദേഹത്തോടുള്ള ചർച്ചയിൽ ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ, അതിന് മറുപടി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ ആശാ വർക്കേഴ്സ് സമരം കടുപ്പിക്കുകയാണ്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കാനാണ് തീരുമാനം. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 24-ാം തീയതി ഇവിടെ കടന്നെത്തുന്ന മുഴുവൻ ആശാ വർക്കർമാരും അതോടൊപ്പം നമ്മളെ പിന്തുണച്ചു വന്ന മുഴുവൻ സംഘടനകളും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള കൂട്ട ഉപവാസമാണ്. അന്നേ ദിവസം ജില്ലകളിൽ അതത് സെന്ററുകളിൽ ആശാ വർക്കർമാർ ഈ ഉപവാസത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഈ നിരാഹാര സമരം തന്നെ അതൊരു സംസ്ഥാനതല നിരാഹാരമായി മാറാൻ പോവുകയാണ്. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരവേദി സന്ദർശന വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരണവുമായി എത്തി. ആശാ വർക്കേഴ്സിനെ താൻ കണ്ടത് ആത്മാർത്ഥമായെന്ന് സുരേഷ് ഗോപി. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന് എടുത്തുചാടി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി. അവരുടെ ആത്മാർത്ഥമായിട്ടാണ് പോയത്. ആ ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാവും. പറയാനുള്ളത് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞല്ല, ആ പറഞ്ഞത് തന്നെയാണ്. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് കാസർഗോഡ് നിന്നുള്ള ആശാ വർക്കേഴ്സ് സമരവേദിയിലെത്തി. കന്നഡയിൽ മുദ്രാവാക്യം വിളിച്ച് ഐക്യദാർഢ്യം. രാപ്പകൽ സമരത്തിന് 41-ാം ദിവസവും നിരാഹാര സമരത്തിന്റെ 3-ാം ദിവസവുമായി ഇന്ന് കോൺഗ്രസ് നേതാക്കളും സമരപ്പന്തലിലെത്തി. 24 തിരുവനന്തപുരം.